പണം കൊടുത്ത് സഹായിക്കുക, അല്ലെ വീട് വെച്ച് കൊടുക്കുക, അല്ലെ വിദേശത്ത് ജോലിക്ക് കൊണ്ടുപോകുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് ഒരാൾ മാറുന്നുണ്ടെങ്കിൽ അതിനൊന്നും ഒരു അടിസ്ഥാനമില്ലാത്ത വിശ്വാസം. ഞാൻ അതിൽ ആദ്യം പറഞ്ഞ 3000 പേര് സഭയോട് ചേർന്നു. അവിടെ പത്രോസ് എന്തെങ്കിലും ഓഫർ ചെയ്യുന്നു? പത്രോസ് ഓഫർ ചെയ്യുന്നത് മാനസാന്തരപ്പെട്ട് തിരിയുക, ഹൃദയത്തെ ഒരു കുത്തു കൊണ്ടു. എന്നിട്ട് അവർ തിരിയുമ്പോൾ എന്തോ അതിന് ഓഫർ ചെയ്യുന്ന, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വേറെ ഒന്നും അവിടെ കൊടുക്കുന്നില്ല. ഇന്നും സഭയ്ക്ക് കൊടുക്കാൻ അതേ ഉള്ളൂ. അപ്പൊ ഈ അല്ലാതെ കൊടുക്കുന്ന സപ്പോർട്ടുകളെല്ലാം അത് കുറയുമ്പോൾ അവർ കെട്ടുന്നിടത്തോട്ട് പോകും. ദൈവവചനം അവരെ പഠിപ്പിക്കാനും അവരുടെ ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങൾക്കെല്ലാം അവരുടെ ദൈവം ഉണ്ട്. സങ്കീർത്തനക്കാരൻ ദാവീദ് എന്താ പറയുന്നത്? യഹോവ എൻ്റെ ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. എൻ്റെ യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒന്നിനും ബുദ്ധിമുട്ട്. അത് സഭകളിൽ പഠിപ്പിക്കണം. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പം സഭയിൽ പറയുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ റേഷൻ കടയിൽ പോവാം. അപ്പം ഞാൻ പോകുമ്പോൾ എന്നോട് ഒരാൾ പറയാം, പാസ്റ്ററെ ഞാൻ കൂടെ സ്വല്പം പഞ്ചസാര എന്നോട് പറയുവാണെങ്കിൽ ഞാൻ അവർക്ക് വാങ്ങിയതില്ല, ഇപ്പം 4 കിലോ അന്ന് ഞാൻ അവർക്ക് കുറച്ച് കൊടുക്കുന്നു. ഡെയിലി എന്നോട് അങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് കാർഡ് ഇല്ലയോ എന്ന് ചോദിക്കും. കാരണം ഗവൺമെന്റ് അവർക്കും പോയി ആ സൗജന്യ ഇത് മേടിക്കാം. എന്ന് പറയുന്ന പോലെ യേശുക്രിസ്തുവിലൂടെ എല്ലാവർക്കും, എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. അവർ വിശ്വാസത്തോടെ അത് എടുക്കണം. അല്ലാതെ ഇപ്പം ഈ രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ പൈസ കൊടുത്തോ വീട് കൊടുത്തോ ആർക്കും ആരെയും മാറ്റാനൊക്കത്തില്ല. അത് പരിശുദ്ധാത്മാവാ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ രൂപാന്തരമാണ്. അത് കൺവേർട്ട് അല്ല ആക്ച്വലി നടക്കുന്നത്. എന്തോ റിപ്പൻറ്റൻസ് ആണ്.